സമീപ വർഷങ്ങളിൽ നിയർ എർത്ത് ഒബ്ജക്ട്സിനെ കുറിച്ച് ആളുകൾ കൂടുതൽ ബോധവാന്മാരായി. ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ ഇപ്പോൾ ഈ ബഹിരാകാശ പാറകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ വസ്തുക്കളിൽ ഒന്നായ 2024 YR4 എന്ന ചിഹ്നഗ്രഹം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഭൂമിയിൽ പതിച്ചാൽ അത് ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് നാസയും അന്താരാഷ്ട്ര വിദഗ്ധരും ആശങ്കാകുലരാണ്. കൂട്ടിയിടിയുടെ സാധ്യത കുറവാണെങ്കിലും പുതിയ കണക്കുകൾ ഇപ്പോൾ അപകട സാധ്യത ഏകദേശം 1% പകരം ഏകദേശം 2.3% മാറ്റുന്നു. ഈ മാറ്റം ശാസ്ത്രജ്ഞരെയും സർക്കാരുകളെയും കൂടുതൽ വിശദമായ നിരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യാനും നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള ദീർഘകാല രീതികളെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. 2024 YR4 എന്ന ചിഹ്നഗ്രഹം ആദ്യമായി കണ്ടത് 2024 ഡിസംബർ 27-നാണ്. ചിലിയിൽ നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അറ്റ്ലസ് ദൂരദർശിനിയാണ് ഇത് കണ്ടെത്തിയത്. ആദ്യകാല അളവുകൾ കാണിക്കുന്നത് ചിഹ്നഗ്രഹത്തിന് 130 മുതൽ 300 അടി വരെ വീതിയുണ്ടെന്നാണ്. ഇത് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പമാണ്. 2024 YR4 ദിനോസറുകളെ തുടച്ചു നീക്കിയ ചിഹ്നഗ്രഹത്തിന്റെ അത്ര വലുതല്ലെങ്കിലും ഇടിച്ചാൽ ഒരു നഗരം മുഴുവൻ ഇത് നശിപ്പിക്കാൻ തക്ക വലിപ്പമുള്ളതാണ്. ഈ ചിഹ്നഗ്രഹം വളരെ വേഗത്തിൽ നീങ്ങുന്നു. അതിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 38,000 മൈലാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഉയർന്ന വേഗത അർത്ഥമാക്കുന്നത് ഒരു ചെറിയ വസ്തുവിന് പോലും വലിയ അളവിൽ ഊർജം പുറത്തുവിടാൻ കഴിയും എന്നാണ്. വാസ്തവത്തിൽ 2024 YR4 ഇടിച്ചാൽ നിരവധി മെഗാടൺ TNTയുടെ ഊർജം പുറത്തുവിടാൻ ഇതിന് കഴിയും. 1908-ൽ സൈബീരിയയിൽ നടന്ന തുങ്കുസ്ക സ്ഫോടനം പോലുള്ള സംഭവങ്ങളുമായി ഈ ഊർജത്തെ താരതമ്യം ചെയ്യുന്നു. ഇതിന്റെ വലിപ്പവും വേഗതയും കാരണം വിദഗ്ധർ 2024 YR4നെ സിറ്റി കില്ലർ എന്ന വിളിപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഒരു നഗരത്തിൽ ഇടിച്ചാൽ സ്ഫോടനം ഒരു വലിയ നഗരപ്രദേശത്തെ നിരപ്പാക്കുകയും സമീപത്തുള്ള ഘടനകൾക്ക് ഗുരുതരമായി കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം, ഘടന, പാത എന്നിവ കൂടുതൽ കൃത്യമായി അളക്കുന്നതിന് ഭൂമി അടിസ്ഥാനമാക്കിയുള്ള ദൂരദർശിനികളുടെയും ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെയും നിരീക്ഷണങ്ങൾ പ്രധാനമാണ്. 2024 YR4ലെ ആഘാത സാധ്യതയിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളിൽ ഒന്ന്. ചിഹ്നഗ്രഹത്തെ ആദ്യമായി ട്രാക്ക് ചെയ്തപ്പോൾ നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത വെറും 1% മാത്രമാണെന്ന് കണക്കാക്കി. എന്നിരുന്നാലും സമീപ ആഴ്ചകളിൽ കൂടുതൽ ഡാറ്റ ലഭിച്ചതിനാൽ ശാസ്ത്രജ്ഞർ അവരുടെ അളവുകൾ പരിഷ്കരിച്ചു. പുതിയ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ഏകദേശം 2.3% ആഘാത സാധ്യത കാണിക്കുന്നു. ഈ വർധനവ് 2024 YR4നെ നാസയുടെ ഓട്ടോമേറ്റഡ് സെൻട്രി റിസ്ക് ടേബിളിൽ 3 എന്ന ടോറിനോ സ്കെയിൽ റേറ്റിംഗോടെ പട്ടികപ്പെടുത്താൻ പര്യാപ്തമാണ്. ടോറിനോ സ്കെയിൽ 3 എന്ന റേറ്റിംഗ് അർത്ഥമാക്കുന്നത് ആഘാത സാധ്യത ഇപ്പോഴും വളരെ കുറവാണ് എന്നാണ്. എന്നാൽ സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായി വരത്തക്ക വിധം ഇത് ഉയർന്നതാണ്. ഒരു ചിഹ്നഗ്രഹം ആദ്യമായി കണ്ടെത്തുമ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ നിരവധി അനിശ്ചിതത്വങ്ങളുണ്ട്. ശാസ്ത്രജ്ഞർ കൂടുതൽ കാലയളവിൽ കൂടുതൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ ഈ അനിശ്ചിതത്വങ്ങൾ കുറയുന്നു. ചില സന്ദർഭങ്ങളിൽ കൂടുതൽ കൃത്യമായ അളവുകൾ നടത്തുമ്പോൾ അത് വീണ്ടും 0-ലേക്ക് വീഴുന്നതിന് മുമ്പ് അപകട സാധ്യത താൽക്കാലികമായി ഉയർന്നേക്കാം. 2024 YR4ന്റെ കാര്യത്തിൽ ചില കണക്കുകൾ ഇപ്പോൾ 48-ൽ 1 അല്ലെങ്കിൽ 1.6% എന്ന സാധ്യത കാണിക്കുന്നു. പുതിയ നിരീക്ഷണങ്ങൾ ചേർക്കുമ്പോൾ ഈ സംഖ്യകൾ മാറിയേക്കാം. 2.3% സാധ്യത വളരെ കുറവാണെന്ന് തോന്നുമെങ്കിലും കൂട്ടിയിടിയുടെ അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായേക്കാം. 130 മുതൽ 300 അടി വരെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം നിരവധി മെഗാടൺ TNTയുടെ അളവിൽ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നതിനാലാണ് സിറ്റി കില്ലർ എന്ന പദം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 2024 R4ന്റെ നിലവിലെ വേഗതയിൽ പതിച്ചാൽ സ്ഫോടനം ഏകദേശം 15 മെഗാടൺ വരെ എത്തിയേക്കാം. ഹിരോഷിമയിൽ പതിച്ച അണുബോംബിനേക്കാൾ ഏകദേശം 100 മടങ്ങ് ശക്തമാണ് ഈ ഊർജം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഗ്രഹത്തിന്റെ ഏകദേശം 70% സമുദ്രമാണ്. അതായത് ചിഹ്നഗ്രഹം ജനവാസമില്ലാത്ത ഒരു പ്രദേശത്ത് പതിക്കാൻ ഉയർന്ന സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത് ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് പതിച്ചാൽ ജീവഹാനിയും സാമ്പത്തിക നാശവും വിനാശകരമായിരിക്കും. പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ സാധ്യമായ ആഘാത ഇടനാഴിയെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. ഭൂമിയിൽ ഒരു ആഘാതം സംഭവിക്കാൻ സാധ്യതയുള്ള പാത. ഏറ്റവും പുതിയ വാർത്തകൾ കാണിക്കുന്നത് ഇടനാഴി വളരെ വലിയ ഒരു പ്രദേശത്തു കൂടി വ്യാപിച്ചു കിടക്കുന്നു എന്നാണ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ നിന്നും വടക്കൻ തെക്കേ അമേരിക്കയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ കടന്ന് അറബിക്കടൽ കടന്ന് ദക്ഷിണേഷ്യയിൽ എത്താൻ ഇതിന് കഴിയും. ചില റിപ്പോർട്ടുകളിൽ ബൊഗോട്ട, ലാഗോസ്, മുംബൈ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങൾ അപകടത്തിലാകാമെന്ന് വിദഗ്ധർ പരാമർശിച്ചിട്ടുണ്ട്. ഇക്വഡോർ, വെനസ്വേല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചും മറ്റ് സ്രോതസ്സുകൾ പരാമർശിക്കുന്നു.
ഈ പ്രദേശങ്ങളിൽ നിരവധി വലിയ നഗരങ്ങളും ജനസാന്ദ്രതയുമുണ്ട്. പുതിയ ഡാറ്റ ശേഖരിക്കുന്നതിനാൽ ഈ വിവരങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധ്യതയുള്ള അപകടസാധ്യത കാരണം നാസയും അതിന്റെ അന്താരാഷ്ട്ര പങ്കാളികളും അവരുടെ നിരീക്ഷണ ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഛിന്നഗ്രഹത്തിന്റെ പാത ട്രാക്ക് ചെയ്യാൻ അവർ നൂതന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി എന്നത് ഒരു പ്രധാന ഉപകരണമാണ്. 2024 YR4 പുറപ്പെടുവിക്കുന്ന താപം അളക്കാൻ അതിന്റെ ഇൻഫ്രാറെഡ് സെൻസറുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. വിസിബിൾ ലൈറ്റ് ദൂരദർശിനിയേക്കാൾ കൃത്യമായി ഛിന്നഗ്രഹത്തിന്റെ വലിപ്പവും ഘടനയും നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രഹപ്രതിരോധം എന്ന വിശദമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ നിരീക്ഷണങ്ങൾ. ഛിന്നഗ്രഹങ്ങളുടെ ട്രാക്കിങ്ങും ആവശ്യമെങ്കിൽ അവയുടെ ഗതി മാറ്റുന്നതിനുള്ള രീതികളുടെ വികസനവും ഗ്രഹപ്രതിരോധത്തിൽ ഉൾപ്പെടുന്നു. ഈ മേഖലയിലെ ഒരു പ്രധാന ഘട്ടം 2022 നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് DART ആയിരുന്നു. ആ ദൗത്യത്തിൽ ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥം മാറ്റാൻ മനഃപൂർവ്വം ഒരു ഛിന്നഗ്രഹത്തിൽ ഇടിച്ചു. 2024 YR4 ഒരു അടിയന്തര ഭീഷണി അല്ലെങ്കിലും ഭാവിയിലെ ഡാറ്റ കൂട്ടിയിടി സാധ്യത സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ഛിന്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാൻ കഴിയുമെന്ന് ഡാർട്ടിന്റെ വിജയം കാണിക്കുന്നു. ദൂരദർശിനികളും ഡാർട്ട് പോലുള്ള ബഹിരാകാശ ദൗത്യങ്ങളും ഉപയോഗിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാർണിംഗ് നെറ്റ്വർക്ക്, സ്പേസ് മിഷൻ പ്ലാനിംഗ് അഡ്വൈസറി ഗ്രൂപ്പ് തുടങ്ങിയ ഗ്രൂപ്പുകൾ ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നു. അവർ ഡാറ്റ പങ്കിടുകയും സാധ്യമായ അടിയന്തര പ്രതികരണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ഛിന്നഗ്രഹം കൂടുതൽ അടുത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഭ്രമണപഥം പരിഷ്കരിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. 2024 YR4നെ നിരീക്ഷിക്കാനുള്ള മറ്റൊരു പ്രധാന അവസരം 2028 പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഛിന്നഗ്രഹം വീണ്ടും ദൃശ്യമാകും. തുടർച്ചയായ നിരീക്ഷണം ആഘാത സാധ്യത അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു വ്യതിചലനമോ ഒഴിപ്പിക്കലോ ആസൂത്രണം ചെയ്യാൻ സമയം നൽകുന്നു. ഒരു ഛിന്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നത് എളുപ്പമല്ല. നിരവധി രീതികൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു ആശയം ഛിന്നഗ്രഹത്തെ ദിശയിൽ നിന്ന് തള്ളിവിടാൻ ഒരു ആണവ ഉപകരണം ഉപയോഗിക്കുക എന്നതാണ്. ആർമഗഡോൺ പോലുള്ള സിനിമകളാണ് ഈ ആശയം ജനപ്രിയമാക്കിയത്. ഈ അപ്രോച്ച് ഛിന്നഗ്രഹത്തിനടുത്തോ അതിൽ തന്നെയോ ഒരു ആണവ സ്ഫോടനം സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ രീതി ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നു. ഒന്നാമതായി, ഐക്യരാഷ്ട്രസഭ നടപ്പിലാക്കിയതുപോലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ ബഹിരാകാശത്ത് ആണവ സ്ഫോടനങ്ങൾ നിരോധിക്കുന്നു. ഈ ഉടമ്പടികൾ മാറ്റുന്നതിന് ദീർഘവും സങ്കീർണവുമായ നയതന്ത്ര പ്രക്രിയ ആവശ്യമാണ്. രണ്ടാമതായി, ഒരു ആണവ ഉപകരണം ഉപയോഗിക്കുന്നതിന് വളരെ കൃത്യമായ സമയക്രമീകരണവും സ്ഥാനനിർണയവും ആവശ്യമാണ്. സമയക്രമത്തിലോ ദൂരത്തിലോ ഉള്ള പിഴവ് ഛിന്നഗ്രഹത്തെ പല കഷ്ണങ്ങളായി വിഘടിപ്പിച്ചേക്കാം. ഈ ശകലങ്ങൾ ഇപ്പോഴും അപകടകരമാകാം. മറ്റൊരു രീതിയിൽ ആണവ ഇതര ഓപ്ഷനുകൾ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് ഛിന്നഗ്രഹത്തിൽ ഒരു ബഹിരാകാശ പേടകത്തെ ഉയർന്ന വേഗതയിൽ ഇടിച്ചുകൊണ്ട് കൈനറ്റിക് ഇമ്പാക്ടറുകൾ പ്രവർത്തിക്കുന്നു. ഈ രീതി ഡാർട്ട് ദൗത്യം തെളിയിച്ചു. മറ്റൊരു ആശയം ഒരു ഗുരുത്വാകർഷണ ട്രാക്ടർ ഉപയോഗിക്കുക എന്നതാണ്. ഛിന്നഗ്രഹത്തിന് സമീപം പറന്ന് സ്വന്തം ഗ്രാവിറ്റേഷണൽ പുൾ ഉപയോഗിച്ച് ഛിന്നഗ്രഹത്തിന്റെ ഗതി സാവധാനം മാറ്റുന്ന ഒരു ബഹിരാകാശ പേടകം. ഈ രണ്ട് സാങ്കേതിക വിദ്യകൾക്കും അതിൻ്റെതായ സാങ്കേതിക വെല്ലുവിളികളുണ്ട്. അവയ്ക്ക് വിശദമായ ആസൂത്രണം, നീണ്ട വികസന സമയങ്ങൾ, കൃത്യമായ നിർവഹണം എന്നിവ ആവശ്യമാണ്. 2032 ഡിസംബറിലേക്ക് അടുത്ത ക്ലോസ് ഇമ്പാക്ട് സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ സമയം കുറവാണ്. ഭ്രമണപഥ കണക്കുകൂട്ടലുകൾ മെച്ചപ്പെടുത്താൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും വേഗത്തിൽ പ്രവർത്തിക്കണം. അതിനുശേഷം മാത്രമേ ഒരു വ്യതിചലന ദൗത്യം ആവശ്യമാണോ എന്ന് അവർക്ക് തീരുമാനിക്കാനും മതിയായ ലീഡ് സമയം ഉപയോഗിച്ച് അത് ആസൂത്രണം ചെയ്യാനും കഴിയൂ. 2024 YR4 എന്ന ഛിന്നഗ്രഹത്തിന്റെ ഭീഷണി ഒരു രാജ്യത്തിന് മാത്രം അപകടകരമല്ല. അതൊരു ആഗോള പ്രശ്നമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, ഏഷ്യ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏജൻസികൾ അവരുടെ വിഭവങ്ങളും വൈദഗ്ധ്യവും പങ്കിടുന്നു. തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര മീറ്റിംഗുകൾ നടക്കുന്നു. അപകട സാധ്യത വിലയിരുത്തലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അടിയന്തര നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പൊതുജനങ്ങളെ അപകട സാധ്യത അറിയിക്കുന്നതും വളരെ പ്രധാനമാണ്. 2024 YR4നെ സിറ്റി കില്ലർ എന്ന് വിളിക്കുന്ന തലക്കെട്ടുകൾ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. എന്നിരുന്നാലും ആഘാത സാധ്യത ഇപ്പോഴും വളരെ കുറവാണെന്നും കൂടുതൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ അപകട സാധ്യതാ സംഖ്യകൾ മാറാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിശദീകരിക്കുന്നു. ആഘാത സാധ്യത സ്ഥിരമല്ലെന്ന് അവർ ഊന്നി പറയുന്നു. പുതിയ നിരീക്ഷണങ്ങൾ സാധ്യത 0 കുറച്ചേക്കാം. ഈ സുതാര്യമായ ആശയവിനിമയം പരിഭ്രാന്തി തടയാൻ സഹായിക്കുകയും സർക്കാരുകളെയും പൊതുജനങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു. സമീപകാല വാർത്താ റിപ്പോർട്ടുകൾ ഈ ആശയവിനിമയത്തിൽ പുതിയ വിശദാംശങ്ങൾ ചേർത്തിട്ടുണ്ട്. 2024 YR4ന്റെ യഥാർത്ഥ അപകട സാധ്യത നിർണ്ണയിക്കുന്നതിന് അടുത്ത കുറച്ച് വർഷങ്ങൾ നിർണായകമാണ്. നിലവിലെ നിരീക്ഷണ കാലയളവ് 2025 ഏപ്രിലിൽ അവസാനിച്ചതിന് ശേഷം ഛിന്നഗ്രഹം കാഴ്ചയിൽ നിന്ന് മങ്ങും. 2028 ജൂണിൽ വീണ്ടും ദൃശ്യമാകുന്നത് വരെ പല ദൂരദർശിനികൾക്കും ഇത് വളരെ മങ്ങിയതായും തുടരും. വിസിബിലിറ്റിയിലെ ഈ ഗ്യാപ്പ് ശാസ്ത്രജ്ഞർക്ക് ഇതിനകം ശേഖരിച്ച ഡാറ്റ പഠിക്കാനുള്ള സമയമാണ്. അവർ ഛിന്നഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിന്റെ മാതൃകകൾ പരിഷ്കരിക്കുകയും അതിന്റെ ചലനം നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. 2028 അടുത്ത സമീപനം ഒരു പ്രധാന നിമിഷമാണ്. 2024 YR4 വീണ്ടും കാഴ്ചയിൽ വരുമ്പോൾ ആസ്ട്രോണമേഴ്സിന് കൂടുതൽ കൃത്യമായ അളവുകൾ നടത്താൻ കഴിയും.
ഈ പുതിയ നിരീക്ഷണങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിലെ അനിശ്ചിതത്വം കുറയ്ക്കുകയും ആഘാത സാധ്യത അപ്ഡേറ്റ് ചെയ്യാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുകയും ചെയ്യും. 2028 ആകുമ്പോഴേക്കും അപകട സാധ്യത അപ്പോഴും പ്രധാനമാണെങ്കിൽ 2032 ഡിസംബറിൽ അടുത്ത അപ്രോച്ചിന് മുമ്പ് ഒരു വ്യതിചലന ദൗത്യം ആസൂത്രണം ചെയ്യാൻ സമയമുണ്ടാകും. ട്രാക്കിംഗ് രീതികൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പുതിയ ദൗത്യങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നു. ഇതിൽ ഡെഡിക്കേറ്റഡ് ആസ്റ്ററോയിഡ് സർവേയും അഡ്വാൻസ്ഡ് ടെലിസ്കോപ്പും ഉൾപ്പെടുന്നു. കൂടുതൽ ദൂരങ്ങളിൽ ചെറിയ വസ്തുക്കളെ പോലും കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും പുതിയ സാങ്കേതിക വിദ്യ നമ്മെ അനുവദിച്ചേക്കാം. മികച്ച ഡാറ്റ ഉപയോഗിച്ച് തങ്ങളുടെ അപകട സാധ്യത കണക്കാക്കൽ കൂടുതൽ വിശ്വസനീയമാകും. റിയാക്റ്റീവ് മോണിറ്ററിംഗിൽ നിന്ന് പ്രൊവാക്റ്റീവ് പ്ലാനറ്ററി പ്രതിരോധത്തിലേക്കുള്ള ഈ മാറ്റം പല ബഹിരാകാശ ഏജൻസികളും പങ്കിടുന്ന ഒരു ലക്ഷ്യമാണ്. തങ്ങളുടെ ഉപകരണങ്ങളും രീതികളും മെച്ചപ്പെടുത്തുമ്പോൾ ഒരു വ്യതിചലന ദൗത്യം ആവശ്യമാണോ എന്ന് തിരഞ്ഞെടുക്കാൻ തീരുമാനമെടുക്കുന്നവർ കൂടുതൽ സജ്ജരാകും. ഓരോ പുതിയ നിരീക്ഷണവും ഭീഷണിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നതിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. അതാകട്ടെ ഈ അറിവ് ഭാവിയിലെ ഏതൊരു സംഭവത്തിനും മികച്ച തയ്യാറെടുപ്പിലേക്ക് നമ്മെ സഹായിക്കുന്നു. 2024 YR4 പോലുള്ള ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാനുള്ള തുടർച്ചയായ ശ്രമം നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള മനുഷ്യരാശിയുടെ പ്രതിബദ്ധതയുടെ അടയാളമാണ്. 2024 YR4 എന്ന ചിഹ്നഗ്രഹത്തിന്റെ കഥ സംഖ്യകൾക്കും സാങ്കേതിക വിശദാംശങ്ങൾക്കും അപ്പുറമാണ്. വിശദമായ പ്രപഞ്ചത്തിൽ ഭൂമി ചെറുതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂവെങ്കിൽ പോലും നമ്മുടെ ഗ്രഹം കോസ്മിക് സംഭവങ്ങൾക്ക് ഇരയാകുന്നു. അതേസമയം ഈ സംഭവങ്ങൾ നിരീക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും ആസൂത്രണം ചെയ്യാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ നമ്മുടെ ചാതുര്യവും പ്രതിരോധശേഷിയും കാണിക്കുന്നു. ഗ്രഹപ്രതിരോധം ഒരു ദുരന്തത്തിന് തയ്യാറെടുക്കുക മാത്രമല്ല, ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെ നയിക്കുന്നു. ചിഹ്നഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിനും വ്യതിചലിപ്പിക്കുന്നതിനുമുള്ള വെല്ലുവിളികൾ ബഹിരാകാശ പര്യവേക്ഷണം, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിൽ പുതിയ പുരോഗതിയിലേക്ക് നയിക്കുന്നു. പ്രതിരോധത്തിനപ്പുറം നിരവധി മേഖലകൾക്ക് ഈ മുന്നേറ്റങ്ങൾ പ്രയോജനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം, രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലോകത്ത് നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കാൻ ഒന്നിച്ചു ചേരുക എന്ന ആശയം ഏകീകരിക്കുന്ന ഒരു ലക്ഷ്യമാകാം. നാസ, ESA, മറ്റ് ഏജൻസികൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾ ആഗോള സഹകരണം സാധ്യമാണെന്ന് കാണിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ദുരന്തങ്ങൾ പ്രവചിക്കാനും തടയാനുമുള്ള നമ്മുടെ കഴിവ് നമുക്ക് മെച്ചപ്പെടുത്താനും കഴിയും. ഈ രീതികൾ ഗ്രഹപ്രതിരോധം, മറ്റ് ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാതൃകയായി മാറുന്നു. മാത്രമല്ല, ഈ മേഖലയിൽ നിന്നുള്ള ഗവേഷണവും വികസനവും ഡീപ്പർ സ്പേസ് പര്യവേഷണം ചെയ്യാൻ നമ്മെ സഹായിച്ചേക്കാം. പുതിയ ദൂരദർശിനികൾ, വേഗതയേറിയ ബഹിരാകാശ പേടകങ്ങൾ, മികച്ച ഡാറ്റാ വിശകലന സാങ്കേതിക വിദ്യകൾ എന്നിവ പുതിയ കണ്ടെത്തലുകളിലേക്ക് വാതിലുകൾ തുറക്കും. അങ്ങനെ 2024 YR4 നിരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് നമ്മുടെ നഗരങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് അപ്പുറത്തേക്ക് എത്തുന്ന നേട്ടങ്ങളുണ്ട്. 2024 YR4 എന്ന ചിഹ്നഗ്രഹം നിയർ എർത്ത് ഒബ്ജക്ട്സ് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. അതിന്റെ നിലവിലെ ആഘാത സാധ്യത ഏകദേശം 2.3% ആണെങ്കിലും കൂടുതൽ ഡാറ്റ ശേഖരിക്കുമ്പോൾ ഈ സംഖ്യ മാറുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പവും വേഗതയും ഇത് ഇടിച്ചാൽ ഗുരുതരമായ പ്രാദേശിക നാശമുണ്ടാക്കാൻ പ്രാപ്തമാക്കുന്നു. പ്രത്യേകിച്ചും കിഴക്കൻ പസഫിക് സമുദ്രം, വടക്കൻ ദക്ഷിണ അമേരിക്ക, അറ്റ്ലാന്റിക് വഴി ആഫ്രിക്ക, അറേബ്യൻ കടൽ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു സാധ്യതയുള്ള ആഘാത ഇടനാഴിയെക്കുറിച്ച് സമീപകാല റിപ്പോർട്ടുകൾ വിവരിക്കുന്നു. ബൊഗോട്ട, മാർഗോസ്, മുംബൈ, ചെന്നൈ, ഇക്വഡോർ, വെനിസ്വേല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രധാന നഗരങ്ങളെയും രാജ്യങ്ങളെയും ഈ ഇടനാഴി അപകടത്തിലാക്കുന്നു. അതേസമയം 2024 YR4 നിരീക്ഷിക്കുന്നതിൽ നിരവധി അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രവർത്തനം നമ്മുടെ ഗ്രഹത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ വർദ്ധിച്ചു വരുന്ന കഴിവിന്റെ അടയാളമാണ്. ആവശ്യമെങ്കിൽ നമുക്കൊരു ചിഹ്നഗ്രഹത്തിന്റെ പാത മാറ്റാൻ കഴിയുമെന്ന് ഡാർട്ട് ദൗത്യം പോലുള്ള സാങ്കേതിക വിദ്യകൾ തെളിയിച്ചിട്ടുണ്ട്. ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിലെ അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കാൻ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുമ്പോൾ പോലും ചലനാത്മകവും ഗുരുത്വാകർഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ വ്യതിചലന രീതികൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വെല്ലുവിളികൾ നിരവധിയാണ്. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മുതൽ ബഹിരാകാശത്ത് ആണവ പരീക്ഷണങ്ങൾ നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ വരെ. എന്നിരുന്നാലും ഭീഷണിയെ നേരിടാൻ ആഗോള സമൂഹം പ്രതിജ്ഞാബദ്ധരാണ്. അവസാനം 2024 YR4 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം നമ്മെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് നേരത്തെയുള്ള കണ്ടെത്തലിന്റെയും തുടർച്ചയായ നിരീക്ഷണത്തിന്റെയും പ്രാധാന്യം കാണിക്കുന്നു. പൊതുജനങ്ങളുമായുള്ള അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും വ്യക്തമായ ആശയവിനിമയത്തിന്റെയും ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നു. ഒരു ദിവസം നമ്മുടെ ഗ്രഹത്തെ ഒരു കോസ്മിക് ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സാധ്യതയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഗവേഷണത്തിൽ നിക്ഷേപിക്കുന്നതിലൂടെയും സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലൂടെയും അതിർത്തികൾക്കപ്പുറം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നടപടികൾ മാനവികത സ്വീകരിക്കുന്നു. ഒരു വിനാശകരമായ ആഘാതത്തിനുള്ള സാധ്യത കുറവാണെങ്കിലും സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ അവഗണിക്കാൻ കഴിയില്ല. ഇത് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, ഭാവിയിലെ ഏതു പ്രപഞ്ച അപകടങ്ങൾക്കും നമ്മെ സജ്ജരാക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ 2024 YR4 ഒരു മുന്നറിയിപ്പ് മാത്രമല്ല,
ഭൂമിയിലുള്ള എല്ലാവർക്കും ശക്തവും സുരക്ഷിതവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരമാണിത്. നാസയുടെ ഏറ്റവും പുതിയ ഡാറ്റ അല്പം ആശ്വാസം പകരുന്നതാണ്. നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസ് ഫെബ്രുവരി 18 2024 YR4 ചിഹ്നഗ്രഹത്തിന്റെ ആഘാത സാധ്യത 3.1% അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഇത്രയും വലുപ്പമോ അതിൽ കൂടുതലോ ഉള്ള ഒരു ബഹിരാകാശ വസ്തുവിന് നാസ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ആഘാത സാധ്യത ആയിരുന്നു ഇത്. എന്നാൽ ഫെബ്രുവരി 19 ബുധനാഴ്ച രാത്രിയിൽ നാസ പുറത്തുവിട്ട പുതിയ ഡാറ്റ ഭൂമിക്ക് മേൽ 2024 YR4 ആസ്ട്രോയിഡിന്റെ ആഘാത സാധ്യത 1.5% കുറച്ചത് ആശ്വാസകരമാണ്. 2024 YR4 ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് കൂടുതൽ വിവരങ്ങളും വ്യക്തതയും വരുന്നതോടെ ഭൂമിക്ക് മേലുള്ള ആഘാത സാധ്യതകൾ വീണ്ടും മാറിമറിഞ്ഞേക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.